നമ്മളിന്നെടുക്കുന്ന പലിശയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയുക എന്നുള്ളതൊന്ന് കമന്റ് ചെയ്താൽ നമുക്ക് അതിന്റെ ബാക്കി നോക്കാം. എന്തെല്ലാം വാക്കുകൾ നിങ്ങൾക്ക് അറിയാം, ടേംസ് അറിയാം എന്നുള്ളത് അറിയുന്നത് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, മുതല് പലിശ രണ്ട് വാക്കുകൾ. ഓക്കെ, ഇനി വേറെ വല്ലതും? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. നമ്മൾ എന്താ കണ്ടെത്തിയത്? ശരി, അത് വലിയ വലിയ കട്ടിങ് ഉള്ളതിനെ കൊണ്ടേ എന്റെ വീട്ടിലേക്കുള്ളത് ശരി, അത്രേ പ്രാധാന്യം കൽപ്പിക്കും. ഓക്കെ, നമ്മളിന്ന് എടുക്കുന്ന പലിശ എന്നുള്ള ടോപ്പിക്കാണ്. പലിശയിൽ അറിയുന്ന പിന്നെ ടേംസ് ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ മുതല്, പലിശ, കൂട്ടുപലിശ എന്നൊക്കെയാണ് കിട്ടിയത്. ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് സാധാരണ പലിശയാണ്. കൂട്ടുപലിശ നമുക്ക് നാളെ നോക്കാം. സാധാരണ പലിശ ഇതിന് വന്നുകൊണ്ട് ഉണർന്നു എന്ന് പറഞ്ഞത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോ പലിശയുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്നെണ്ണമാണ് കാര്യമായിട്ട്. 4 പദങ്ങളാണ്. ഒന്ന് പലിശ, സാധാരണ പലിശയുമായി ബന്ധപ്പെട്ടിട്ട്, പിന്നെ ഒന്ന് മുതല്, പിന്നെ ഒന്ന് കാലം, പിന്നെ ഒന്ന് പലിശ നിരക്ക്. ഈ 4 വാക്കുകളാണ് നമുക്ക് സാധാരണ പലിശയുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുമായി കണക്ട് ചെയ്തിട്ട് ഒരു സമവാക്യവും ഉണ്ട്. ഏതാണ് സമവാക്യം? അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. ഏതാണ് സമവാക്യം? ആ സമവാക്യമാണ് I സമം PNR. I സമം PNR. അതാണ് നമ്മുടെ സമവാക്യം. I സമം PNR. I എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ്, പലിശ എന്നുള്ളതാണ്. P എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മുതല് എന്നുള്ള അർത്ഥമാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലെങ്കിൽ കാലം എന്നുള്ളതാണ്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. ആവശ്യമുള്ള വാക്കുകൾ, ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയെടുത്തോളൂ. I സമം PNR എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സമവാക്യം. ഏതിന്? സാധാരണ പലിശയിൽ കേട്ടോ, കൂട്ടുപലിശയിലല്ല, സാധാരണ പലിശയിൽ. ഇൻട്രസ്റ്റ് അല്ലേ സാർ? I ഇൻട്രസ്റ്റ്, P പ്രോപ്പർട്ടി, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇംഗ്ലീഷിൽ പറഞ്ഞ, മലയാളത്തിലാണെങ്കിൽ I എന്ന് പറഞ്ഞാൽ പലിശ, P എന്ന് പറഞ്ഞാൽ മുതല്, N എന്ന് പറഞ്ഞാൽ കാലം, R എന്ന് പറഞ്ഞാൽ പലിശ നിരക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഇക്വേഷൻ ആണ് എളുപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇനി അതൊക്കെ ഇക്വേഷൻ ഉണ്ടാക്കാൻ ഒരു 3 ഇക്വേഷൻ കൂടി ഉണ്ടാക്കാം. അതേതൊക്കെയാ? I സമം PNR ആണെങ്കിൽ P സമം I/NR എന്ന് വരും. P സമം I/NR.
എൻ ആർ എന്ന് വരും. ഇപ്പോൾ അടുത്ത സമവാക്യമായി. ഇനിയോ, ഇനി എൻ എന്ത് വരും? എൻ സമം ഐ ബൈ പി ആർ. പി ആർ. ഓക്കെ, പി ആർ എന്ന് വരും. അപ്പൊ സ്വാഭാവികമായിട്ടും ആർ എന്ത് വരും? സ്വാഭാവികമായിട്ട് ആർ എന്ത് വരും? പി ബൈ എൻ ആർ. ആർ സമം ഐ ബൈ പി എൻ. ഓക്കെ. പിന്നെ എഴുതുമ്പോൾ വലിയ അക്ഷരങ്ങളായിരിക്കണം, ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കരുത് ഇതിൽ. കേഷനിൽ ചെറുത് ആവശ്യമുണ്ടാകും, പക്ഷെ ഇതിലൊക്കെ കംപ്ലീറ്റ് വലുതാണ്. ഐ ബൈ പി എൻ. ഇനി വരുമ്പോ ചിലപ്പോ ഈ ആർ എപ്പോഴും ശതമാനമാകുമ്പോ അതിന്റെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ മാത്രമേ ഇനി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പി എന്തായാലും പറയൂ സാർ. അത് ഇക്വേഷൻ അല്ലാണ്ട് സിമ്പിൾ ആയിട്ട് വേറെ വഴി ഉണ്ടോ? ചില കാര്യങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇതിലൊക്കെ സിമ്പിൾ തന്നെ മതി. ഇപ്പൊ നമ്മള് ചിലതിൽ സിമ്പിൾ വഴികൾ ഉണ്ടാവും. അപ്പോ മുതൽ ഇരട്ടിയാവാൻ എത്ര കൊല്ലെടുക്കും എന്നൊക്കെ ഉള്ളതിന് നമുക്ക് സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കാം. ഇതിന് അതിന്റെ ആവശ്യമില്ല. ഇത് ഈ മെത്തേഡ് തന്നെ ആവശ്യമുള്ളൂ. മനസ്സിലായോ? പിന്നെ മൈൻഡ് മാത്സ് കുറച്ച് ഉപയോഗിക്കുക, കുറച്ച് കാൽക്കുലേഷൻ മനസ്സിൽ കണക്കൂട്ടാം. പലതും എല്ലാം എഴുതി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വെട്ടിച്ചെറുതാക്കാവുന്ന കാര്യങ്ങൾ തന്നെ തരുള്ളൂ പരീക്ഷയ്ക്ക്. മനസ്സിലായി? അത്ര വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും തരില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊക്കെ വെട്ടിച്ചെറുതാക്കാൻ പറ്റും എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടായാൽ മതി. ചെറുതാക്കാൻ കഴിയും. ആ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ്. നമ്മൾ കുടുങ്ങിയെന്ന് കരുതരുത്. പല കുട്ടികളുടെയും പ്രശ്നം എന്താ വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ കുടുങ്ങിയെന്നാണ് കരുതുക. പിന്നെ കണക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുടുങ്ങുന്നൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ 4 ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് സാധാരണ പരിചയമായുള്ള കണക്കുകളൊക്കെ ഓക്കെയാണ്. പിന്നെ വരുന്ന ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം, അതെന്താണ്? ശതമാനം ആണ് എന്നുള്ളൊരു ഓർമ്മ എപ്പോഴും. അതുകൊണ്ട് തന്നെ ബൈ 100 എന്നുള്ളൊരു ഇത് മനസ്സിലുണ്ടാവും. കാരണം മുതൽ എന്നുള്ള സംഖ്യയാണ്. ഇപ്പൊ 6000 രൂപ അല്ലെങ്കിൽ 7 ലക്ഷം രൂപ എന്നുള്ളത് വരില്ല, അതിനെ കുറിച്ച് ബേജാറില്ല. ഐ എന്ന് പറയുന്നതും എന്താണ്? തുകയാണ്. അതും എന്തേ വരുള്ളൂ? ഒരു സംഖ്യ വരുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാല്ലേ സാറേ? തീർച്ചയായും കാരണം ഇതിലേക്ക് പറയാം. ഞാൻ ആ ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ എൻ എന്ന് പറഞ്ഞാലും എന്തേ വരുള്ളൂ? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ 1 വർഷം, 2 വർഷം, അല്ലെങ്കിൽ 6 മാസം. 6 മാസം ആകുമ്പോൾ 1/2 വർഷം എന്ന് കണക്കൂട്ടും. 3 മാസമാണെങ്കിൽ 1/4 എന്ന് കണക്കൂട്ടും. അത്രയൊക്കെ ഉള്ളൂ. അതും സംഖ്യകളാണ്. പിന്നെ 6 മാത്രമേ ഉള്ളൂ സംഖ്യകളല്ല എന്ന് പറയുന്നത്. അല്ല എന്നല്ല പറയുന്നത്, പക്ഷെ അത് എപ്പോഴും മനസ്സിൽ ഒരു കാര്യം കാണണം, അത് ശതമാനമായിരിക്കും. അതിൽ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? സംശയമില്ലല്ലോ? ഒരു കണക്ക് അല്ലേ? എഴുതിക്കോളൂ. ഒരാൾ 8,000 രൂപ 9% പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പലിശ എന്ത്? അയാൾക്ക് കിട്ടുന്ന പലിശ എന്ത്?
വീണ ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യും. ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. $36,000. 6,000 വരും. എന്നാ പിന്നെ ലാഭമുള്ള കച്ചവടം. 8,000 നിക്ഷേപിക്കലേ ഉള്ളൂ. ഇതില്ലേ പിന്നെ PNR P×N×R അല്ലേ വരിക? അതെ, 6 എന്ത് വേണം? അത് ശതമാനമാണെന്നുള്ള ഓർമ്മ വേണം. ശതമാനല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ 9 തന്നെ എഴുതി. ഇത് നോട്ട് ഓക്കെ, ഒന്നുകൂടി ചെയ്യും. ചെയ്തു. ഓക്കെ, വീണ ഓക്കെ. $360. ചെറിയൊരു മിസ്സിംഗ്. എന്താ സംഭവിച്ചത് നോക്കൂ. ചെറിയൊരു കാൽക്കുലേഷനിൽ ചെറിയൊരു പ്രയോഗമാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഒന്ന് ചെയ്തു തരാതെ. നമുക്ക് നമ്മളെ പിന്നെ ഇക്വേഷൻ തന്നെയാണ് I = PNR എന്നുള്ളത് തന്നെയാണ്. ഇസ് ഈക്വൽ ടു I അവിടെ കിടക്കട്ടെ. P എത്രയാ? 8,000 അല്ലേ? 8,000 ആണ് P. 8,000 ഇൻറ്റു N എത്രയാണ്? 5 വർഷമാണ്. 5 വർഷം. ഇനി മറ്റെന്താ? 8,000 അല്ലേ? ഞാൻ 800 എഴുതിപ്പോയി. അതുകൊണ്ടാ ഇൻറ്റു 9% എന്നാണ്. അപ്പോൾ 9/100 മാർക്ക് ചെയ്തത്. 9/100. ഓക്കെ. അപ്പൊ ആ 100-ല് 2 0, 8,000 2 0 പോയാൽ ബാക്കി എന്ത് കിട്ടും? 80 × 5 × 9 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 80 × 5 × 9. അതായത് 80 × 5 400, 400 × 9 = 3000. എവിടെയാണ് മിസ്സിംഗ് ആയത് എന്നുള്ളത് നോക്കണം കേട്ടോ. എന്താണ് സംഭവിച്ചത്? ഇത് വളരെ സിമ്പിൾ ആയിട്ട് കണക്കൂട്ടാവുന്നേ ഉള്ളൂ. അല്ല, അത് എനിക്ക് ഇവിടെ എഴുതിയ തെറ്റിപ്പോ ഞാൻ 800 എഴുതിയ കേട്ട തെറ്റിയാ. അത് ശ്രദ്ധിക്കണം, കാരണം ചെറിയത് ഇത് തെറ്റിയാൽ ഉത്തരം തെറ്റും. അപ്പൊ കാര്യം ശ്രദ്ധിച്ചാൽ മതി. സിമ്പിൾ ആണ്. ഒരു ക്വസ്റ്റ്യൻ എടുത്തു തരാം സാർ. ഓ, ഒരാൾ 8,000 രൂപ
8000 മാറ്റിക്കോളും, 3000 മതി. നമ്മൾ എപ്പോഴും 8000 ആക്കണ്ട. 12% പലിശ നിരക്കിൽ 2 വർഷം നിക്ഷേപിക്കുന്നു. രണ്ട് വർഷം കഴിഞ്ഞ് അയാൾക്ക് ലഭിക്കുന്ന ആകെ തുക എന്ത്? പലിശയല്ലേ സാറേ? പലിശ ആകെ തുക എളുപ്പമാണല്ലോ. പലിശ ആദ്യം കണ്ടാൽ മതി, പിന്നെ കണ്ടാൽ മതി. ഓക്കെ, ഓക്കെ, 3720. യെസ്. $3720 എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അടുത്ത കണക്ക്. ആ, അപ്പൊ ഇതില് ഇനി കുഴപ്പമില്ല. ഐസം പി എൻ ആർ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഏത് പ്രോബ്ലം കിട്ടിയാലും ചെയ്യില്ലേ? ഇത് കുഴപ്പമില്ല. ഇനി ഇതിന്റെ വേറൊരു മോഡൽ വരുമ്പോ തെറ്റും. ആ, മോഡല് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി 4 ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചു. അടുത്ത ഇക്വേഷനിലേക്ക് പോവാം. 2 വർഷത്തേക്ക് 1200 രൂപ പലിശ കിട്ടുന്നതിന് 1200 രൂപ പലിശ കിട്ടും. 6% പലിശ നിരക്കിൽ എത്ര തുക നിക്ഷേപിക്കണം? രണ്ട് വർഷത്തേക്ക് 1200 രൂപ പലിശ കിട്ടുന്നതിന് എത്ര രൂപ നിക്ഷേപിക്കണം? പലിശ നിരക്കിൽ എത്ര തുക നിക്ഷേപിക്കണം അല്ലെ? അപ്പൊ മുതല കാണണ്ട, പിയാ കാണണ്ട. അതെ,
വീണ ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ. വീണ ഓക്കെയാണ്. ബാക്കിയുള്ളവരൊന്ന് ചെയ്താൽ മതി. ആയിരത്തി 200/2 × 6/100 വരെ കിട്ടി. ബാക്കി അങ്ങോട്ട് ചെയ്യാറുണ്ട്. 1200/2 അപ്പൊ 600. പിന്നെന്താ ചെയ്തത്? പിന്നെ 6/100. അതിനി തിരിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വലിയൊരു ഐഡിയ ഇല്ല. അതൊന്ന് ശരി. ഓക്കെ. 3000. നമിത ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ മനസ്സിൽ കണക്ക് കൂട്ടാം. പേന പേപ്പർ ഒന്നും വേണ്ട. എങ്ങനെ ചെയ്യാം? നമുക്ക് കിട്ടേണ്ട 1200 രൂപയാണ്. അപ്പൊ ഒരു കൊല്ലത്തിന് എത്ര രൂപ കിട്ടണം? 600 രൂപ കിട്ടണം. 6% പലിശ നിരക്ക്. അപ്പൊ 100-ന് 6 രൂപയാണ്. അപ്പൊ 1000-ന് 60 ആണ്. 10,000-ന് 600. അപ്പൊ കണക്ക് ശരിയായി. 10,000 എന്ന് ഉത്തരം കിട്ടി. ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കണക്ക് പ്രകാരം എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത്. ഇത് ഓക്കെയോ? മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ഓക്കെയോ? നോക്കട്ടെ. അതേപോലെ നേരത്തെ കണക്കും അങ്ങനെ ചെയ്യാം കേട്ടോ. ഒരാൾ 3000 രൂപ 12%, അതും അങ്ങനെ ചെയ്യാം. മനസ്സിൽ കണക്കൂട്ടാൻ വേണം. ഇതിന് മനസ്സിൽ കണക്കൂട്ടുന്ന ഓക്കെയോ? ഇല്ല, അത് ഓക്കെ ആയില്ല. ഇല്ല, ഒന്നുമില്ലാതെ അത്രയേ ഉള്ളൂ. 1200 രൂപ. ഇവിടെ ശ്രദ്ധിക്കൂ. 1200 രൂപ കിട്ടണ ആൾക്ക് എത്ര കൊല്ലം കൊണ്ട് കിട്ടണം? 2 കൊല്ലം കൊണ്ട് കിട്ടണം. അപ്പൊ ഒരു കൊല്ലത്തിന് എത്ര രൂപ കിട്ടണം? 600 രൂപ കിട്ടണം. പലിശ നിരക്ക് എത്രയാ? 6%. 6% എന്ന് പറഞ്ഞാൽ എന്താണ്? 100-ന് 6. 100-ന് 100 രൂപ നിക്ഷേപിച്ചാൽ 6 രൂപ കിട്ടും. അതാണ് 6% എന്ന് പറഞ്ഞാൽ. 100-ന് 6 എങ്കിൽ 1000-ന് 60 ആയില്ലേ? 10,000. 10,000-ന് 600 കിട്ടി. അപ്പൊ കണക്ക് ശരിയായി. മുതലയാളുടെ 10,000 ആണ്. അതൊക്കെയോ? അതായി. നേരത്തെ പണിയാകുമ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി വെക്കണം. മനസ്സിൽ പറ്റുമോ നോക്ക്. എന്താ നമ്മളെ കണക്ക്? 3000 രൂപ 12% നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ശ്രദ്ധിക്കുക, 12%. ഒന്ന് പറഞ്ഞേ. ഏതാണ് ഇപ്പൊ ഇതുകൊണ്ടിരിക്കുന്നത് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഞാൻ ചെയ്തുതരാം. നേരത്തെ അതും കൂടി ശ്രദ്ധിച്ചോളൂ. എന്താണ് ഈ 12%? 12% 100-ന് 12. എന്ന് വെച്ചാൽ ഒരു വർഷം 100 രൂപ ഇട്ടാൽ 12 രൂപ അയാൾക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെയോ? അങ്ങനെയാണെങ്കിൽ 1000 രൂപ ഇട്ട എത്ര കിട്ടും അയാൾക്ക്? 120 റുപ്യ കിട്ടും. ശരിയല്ലേ? അപ്പൊ 3000 രൂപ ഇട്ടാലോ എത്ര കിട്ടും? 360 രൂപ കിട്ടും. അത് ഒരു കൊല്ലത്തിനാണ്. ഇത് ഇയാൾക്ക് ഇരിക്കുന്ന എത്ര കൊല്ലത്തിനാ? 2 കൊല്ലത്തിനാ. അപ്പൊ 360 കൂടി 720 അല്ലേ? പിന്നെ അയാളെ മുതൽ 3000 ഉണ്ട്. അത് കൂടി ചേർത്താൽ 3720. മനസ്സിൽ കണക്കൂട്ടാം. വളരെ സിമ്പിളാ. നിങ്ങളെ PSC പരീക്ഷയ്ക്ക് കഴിയുമെങ്കിൽ മനസ്സിൽ കണക്കൂട്ടിക്കൂടെ. നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഇക്വേഷൻ ചെയ്യാട്.
ഞാൻ ഇക്വേഷൻ ഇല്ലാണ്ടാണ് ചെയ്യല്. ഇപ്പൊ ഇക്വേഷൻ വെച്ചും ചെയ്തു നോക്കുകയാണ്. അല്ല, ഇക്വേഷൻ ഇല്ലാതെ ചെയ്യാം, മനസ്സിൽ കണക്കൂട്ടാം. ഐഡിയ കിട്ടിയോ? അതായത് പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 100-ന് ഇത്ര ആണ്. 6% എന്ന് പറഞ്ഞാൽ 6% എന്ന് പറഞ്ഞാൽ 100-ന് 6, 12% എന്ന് പറഞ്ഞാൽ 100-ന് 12, അത്രയേ ഉള്ളൂ. 25% എന്ന് പറഞ്ഞാൽ 100-ന് 25. ആ രീതിയിൽ കണക്കെടുത്ത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇനി ഇക്വേഷൻ അല്ലെ, ഇക്വേഷനിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഇക്വേഷൻ എന്താ പറയ്. P സമം I by NR. നമുക്ക് എന്താണ് കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് പി ആണ് കാണേണ്ടത് അല്ലെ, മുതലാകാണ്ട്. ഓക്കെ, പി സമം I ബൈ എന്താണ്, I ബൈ NR അല്ലേ. എൻ എന്താ? NR അങ്ങനെ തന്നെ കിടക്കട്ടെ, വർഷം ആയിക്കോട്ടെ. അല്ല, എങ്ങനെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഇക്വേഷൻ ആയി. ഇനി എന്താ? 6 റേറ്റ്. അല്ല, ആയിക്കോട്ടെ. ഐ എത്രയാ? 1200 അല്ലേ? 1200. 2 × 6/100. അല്ല, ആയിക്കോട്ടെ. 1200 ബൈ N എത്രയാ? N 2 വർഷം. N 2 വർഷമാണ്. ഇൻറ്റു 2 × 6/100. 2 × 6/100. ഇനി അടിയിലുള്ളത് മാത്രം ആദ്യം ചെയ്യാം. അപ്പൊ 12/100 എന്ന് കിട്ടൂലേ? 12/100 കിട്ടൂലേ? അപ്പോ അല്ലെങ്കിൽ 6/50. ഇനിയുള്ളൊരു പ്രശ്നം എവിടെ കിടക്കണേ? പ്രശ്നം 3 തട്ടായി പോയി അല്ലേ? 3 തട്ട്. അതാണ് 3 തട്ടാകുമ്പോ ശ്രദ്ധിക്കണം. എങ്ങനെ ശ്രദ്ധിക്കണം? തിരിച്ചിട്ട് ഗുണിക്കുമ്പോ എങ്ങനെ വരും എന്നുള്ള കൺഫ്യൂഷൻ. അതാണ് നമ്മളെ പ്രശ്നം. അവിടെയാണ് പ്രശ്നം അല്ലെ. അതിന് ഞാൻ 2 ഒരു ഇത് നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇതിൽ എഴുതിയാൽ എങ്ങനെയാവും എനിക്കൊരു പ്രശ്നമുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് നിങ്ങളിത് എപ്പോഴും ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പം ചെക്ക് ചെയ്തോളാം. ഞാൻ തരുന്നത് ഇത്രയേ ഉള്ളൂ. 8 ബൈ 2 ബൈ 4. ഇങ്ങനെ വന്ന 2 പ്രശ്നമുണ്ട്. ചിലപ്പോൾ എന്താണ്, 8/2 ഒരുമിച്ചിട്ടാവും. 8/2 ഒരുമിച്ച് വരും. ശ്രദ്ധിക്കണം കേട്ടോ. 8/2 ഒരുമിച്ച് തരും, 4 വേറെയും വരും. അപ്പൊ എന്താ ഉത്തരം കിട്ടുക? 8/2 എന്ന് പറയുന്നത് ഒരു ഒറ്റൊന്നാണ്. അപ്പൊ 4 വരും. 4-നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 1 ആൻസർ കിട്ടും. 1 ആൻസർ കിട്ടും. അപ്പൊ ഈ 1 കിട്ടണമെങ്കിൽ ഏതെങ്ങോട്ട് പോകണം? ഈ 4 2-ന്റെ അടുത്തേക്ക് പോകണം. വേണ്ടേ? 8/8 4. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ മേലത്തെ 2 ഒരുമിച്ച് വരികയും താഴെ ഒറ്റൊന്ന് വരികയും ചെയ്താൽ എന്ത് വേണം? മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളടുത്തേക്ക് പോകണം. എഴുതി വെച്ചോ, മറക്കണ്ട. അങ്ങനെ വരുമ്പോ മൂന്നാമത്തെ ആള് രണ്ടാമത്തെ ആളടുത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ 8/2 × 4 എന്ന് വരും. അതന്നെ 8/2 എന്നുള്ള ബ്രാക്കറ്റിൽ ഇടുക. 8/2/4 എന്നില്ലേ, അതിൽ ഞാൻ വേണമെങ്കിൽ കാണിച്ചത് 8/2 എന്നുള്ള ബ്രാക്കറ്റിൽ ആക്കുക. പറഞ്ഞു തരാം. അവിടെയാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം കിടക്കുന്നത്. 8/2 എന്നുള്ള ബ്രാക്കറ്റ്.
8/2 ബ്രാക്കറ്റിൽ അത് ഒരുമിച്ചിട്ടാണ് ആള് കേട്ടോ. 8/2 എന്നുള്ള ഒരുമിച്ചിട്ടും /4 എന്നുമാണ്. അപ്പൊ എങ്ങനെ വരിക? അപ്പൊ 8/2 × 4 എന്ന് വരും. നമുക്ക് ഉത്തരം അങ്ങനെയല്ലേ കിട്ടുക? നമുക്ക് 8/2 പറഞ്ഞാൽ 4 ആണ്. 4 4 കൊണ്ട് വെച്ചാൽ 1 കിട്ടണം. അപ്പൊ എങ്ങനെ വരണം? 8/8 2 × 4 എന്ന് പറഞ്ഞാൽ ആ 4 2ന്റെ അടുത്തേക്ക് പോകണം. ഓക്കെ ആയോ? സമം 1 ശരിയായില്ല കണക്ക്? സമം 1. 8/8 1ആണ്. അത് ഓക്കെ ആയാ ഓക്കെ എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം. എല്ലാവരും യെസ് പറഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. രണ്ടാൾ യെസ് പറഞ്ഞു കഴിഞ്ഞു. മറ്റുള്ളവരോട് യെസ് പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പും കൂടി പറഞ്ഞു തരാം. അവിടെ നിൽക്കും. ഇത് മനസ്സിലാവണം. ഇത് മനസ്സിലാവാതെ നിങ്ങൾക്ക് പോയിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ കുടുങ്ങും. അതാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണേ. ഇത് പഠിക്കൂ. ഞാൻ പറഞ്ഞ കാര്യം പഠിക്കൂ. അത് കഴിഞ്ഞിട്ടായിരിക്കും പോവാ. ക്ലോസ് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ കേട്ടോ. ഇത് പഠിക്കണം. ഇത് 2 സ്റ്റെപ്പ് വരും പലപ്പോഴും. അപ്പൊ വരുമ്പോ കുടുങ്ങാണ് പലരും. അതായത് ആദ്യത്തെ 2 എണ്ണം മേലെ വരുന്ന 2 എണ്ണം ഒരുമിച്ചും ഏറ്റവും താഴെ 3ാമത്തത് വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് ചിലപ്പോൾ ഇങ്ങനെ വരും. ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ വരാം. എങ്ങനെ? ഇങ്ങനെ വരാം ചിലപ്പോൾ. എങ്ങനെ? 8/2/4 2/4 എന്നുള്ളത് അതും 2ാമത്തെയും 3ാമത്തെയും ഒരുമിച്ചിട്ടാണ്. മറ്റത് നേരത്തെ ഒരുമിച്ച് പോയി. അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യരുത്. ഇത് തെറ്റാവും. അങ്ങനെ 4നെ കൊണ്ടുപോയിട്ട് 2ന്റെ അടുത്തേക്ക് എത്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? പിന്നെന്ത് ചെയ്യണം? ഇതിൽ രണ്ടും മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായി? ഈ കണക്കും മറ്റേ കണക്കും ഒരു വ്യത്യാസം മനസ്സിലായോ? ഇല്ല. പിടുത്തം കിട്ടത്തില്ല. അതിന് പിടുത്തം കിട്ടാനൊന്നുമില്ല. ആദ്യത്തത് 8/2 എന്നുള്ളത് ഒരുമിച്ചിട്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലായി. ഇതിലെന്താണ്? 8 വേറെയാണ്. താഴെ 2/4 ഒരുമിച്ചിട്ടാണ്. ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഇങ്ങനെയാകുമ്പോ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയാകുമ്പോ 8ന്റെ അടുത്തേക്ക് 6 പോകണം. ഈ 4 പോകണം. എന്നാലേ കണക്ക് ശരിയാവുള്ളൂ. 8ന്റെ അടുത്തേക്ക് 4 പോകണം.
അതായത് 2/4 എന്ന് പറഞ്ഞാൽ അരയാണ്. 8/1 എന്നാണ്. 8/1 ആണ്. 8 എത്ര അര ഉണ്ട്? 1 2 അര ഉണ്ട്. അപ്പൊ 8 16 അര കിട്ടണം. ശരിയല്ലേ? 32/2 അല്ലേ? 32/2 16 ആണ് ആൻസർ കിട്ടുന്നത്. 8/1 എന്ന് പറഞ്ഞാൽ 16. അതാണ് വ്യത്യാസം. ചിലപ്പോ ആദ്യത്തെ രണ്ടെണ്ണം ഒരുമിച്ച് വരും, ചിലപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരുമിച്ച് വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റും. സാറേ ഇതും 8/1 അല്ലേ വരുന്നത്? ഈ 8/2 അല്ല, 2/4. 8/2 എന്ന് ഒരുമിച്ചിട്ടാണ്. 8/2 8ന്റെ 2 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. ആ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 കിട്ടണം. നേരത്തെ അങ്ങനെയായിരുന്നു. അല്ല, നേരത്തെ 8/2 ഒരുമിച്ചിട്ടായിരുന്നില്ലേ? അപ്പൊ 8/2 ആണ് 4. ആ 4നെ 4 കൊണ്ട് ഹരിച്ചാൽ 1 ഉത്തരം കിട്ടണ്ടേ? ഇത് വ്യക്തമായി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഓപ്ഷൻ വരും, അതാ കുഴപ്പമില്ല. ഇങ്ങനെയും വരും, അങ്ങനെയും വരും. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം, അങ്ങനെ വരുമ്പോ എങ്ങനെ ചെയ്യണം. ഇത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ കണക്ക് ചെയ്യാൻ കഴിയില്ല. ഓക്കെ എന്ന് പറയാം. എല്ലാവരും കമന്റ് ചെയ്യൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യും. വ്യത്യാസം അറിഞ്ഞാൽ മാത്രമേ കണക്ക് ചെയ്യാൻ കഴിയൂ. എന്റേത് ഓക്കെ അല്ല, ഞാൻ പിന്നെ ചെയ്തു നോക്കാം, അല്ലാണ്ട് റെഡി ആവില്ല, തലയിൽ കയറുന്നില്ല. ബാക്കിയുള്ളവരെ കമന്റ് ചെയ്യൂ. ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഓക്കെ, വീണ ഓക്കെ, നമിത, ശുഭ. സാർ ഞാൻ ക്ലാസ്സിൽ കയറാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് മാത്രമേ ചോദ്യമുള്ളൂ. ഇല്ല, 2 തട്ടായിട്ട് പറഞ്ഞ മനസ്സിലായില്ല. ഓക്കെ, അതില്ലെങ്കിൽ ഞാനിപ്പോ വാട്സാപ്പിൽ എഴുതി വിട്ടു തരേണ്ടി വരും. അല്ലെങ്കിൽ റെക്കോർഡ് കണ്ടോളൂ, കുഴപ്പമില്ല. ഞാൻ ടൈം ഓക്കെ. അപ്പൊ ഇനി ചോദ്യം ഇതാണ്, ഇപ്പൊ ഇതിൽ ഏതാണ് ഇത്? ഇപ്പൊ നമ്മൾ എഴുതിയ കണക്ക് ഇത് ഏതാണ്? ഇതില് ഏതാ വരുന്നത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ 8/2 ഇപ്പൊ പറഞ്ഞത് അതേ രീതിയിലാണ് ഈ കിടക്കുന്നത്. കാരണം 1200 എന്നുള്ളത് ഏറ്റവും ടോപ്പിൽ ഒറ്റയ്ക്ക് കിടക്കുക. 2 × 6/100 എന്നുള്ളത് ഒറ്റയ്ക്കാണ്. അപ്പൊ 1200/12/100 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ 100 എവിടേക്ക് പോകണം? 100 മുകളിലേക്ക് പോകണം. യെസ്, അങ്ങനെ വരിക. 1200, ഈ 100 മുകളിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ ചെയ്ത മോഡലാണിത്. ഇൻറ്റു 100/12. ഇപ്പൊ 12,200 മറ്റ് 100 എന്ന് കിട്ടും. 100 × 100 10,000. ആൻസർ ആയി. സംശയം ഉണ്ടെങ്കിൽ ഞാൻ നാളെ പിന്നെ ഇതിലേക്ക് ഒരു പേപ്പറിൽ എഴുതി വൃത്തിയായിട്ട് ഇതിങ്ങനെ തന്നെ പഠിച്ചേ തീരും കേട്ടോ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകാം. 2 തട്ട് വരും ചിലപ്പോൾ 4 തട്ട് വന്നാൽ പിന്നെ പേടിക്കാനില്ല, എളുപ്പ. 4 തട്ട് വന്നാൽ ഒരു പേടിയും പേടിക്കാനില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാം. കാരണം എന്ത് ചെയ്താൽ മതി, ഏറ്റവും താഴത്തത് ഏറ്റവും മുകളിലേക്ക് പോവും, 2 3 ഒരുമിച്ചുകൊണ്ട് വരും. അത് പ്രശ്നമില്ല. 3 തട്ട് വരുമ്പോഴാണ് പ്രശ്നം. 2 രീതിയിൽ വരും.
ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിയുന്ന നിങ്ങൾ മനക്കണക്ക് ചെയ്താൽ അത്രയും സൗകര്യം. കിട്ടുന്നില്ലെങ്കിൽ മാത്രം അതിലേക്ക് പോകും. വളരെ സിമ്പിൾ. ഇതിപ്പോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് കിട്ടും. ഇതിനെ റെക്കോർഡ് ക്ലാസ് ഒന്നുകൂടി കണ്ടോളുണ്ടോ, എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ എന്നോട് പറയും കേട്ടോ. നിങ്ങൾക്കത് പോസ് ചെയ്തൊക്കെ കാണാം. അപ്പൊ ഇത് ഓരോ സ്റ്റെപ്പുകളായിട്ട് കിട്ടും അതില്. ഇപ്പൊ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇത് രണ്ടും പഠിച്ചേ തീരൂട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് അപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ ക്ലാസ് എടുത്തത്. ആയിക്കോട്ടെ. അടുത്തൊരു കണക്കും കൂടി നമുക്ക് ചെയ്യാം അല്ലേ? ചോദ്യം എഴുതിക്കോളൂ. 450 രൂപയ്ക്ക് 450 450 രൂപയ്ക്ക് 5% പലിശ നിരക്കിൽ 150 രൂപ പലിശ കിട്ടാൻ 5% പലിശ നിരക്കിൽ 180 രൂപ പലിശ കിട്ടാൻ എത്ര വർഷമെടുക്കും? എട്ട് വർഷം. യെസ്, 8 വർഷമാണ്. സിമ്പിൾ ആക്കി നോക്കിയതാ. സിമ്പിൾ തന്നെ, സിമ്പിളാണ് എപ്പോഴും നല്ലത്. കഴിയെങ്കിൽ ഇക്വേഷനൊക്കെ പിടിക്കാതിരിക്കുക, മനക്കണക്ക് കണക്കൂട്ടുക. വളരെ സിമ്പിളാ. ഓക്കെ. വീണ ആൻസർ കിട്ടിയില്ലേ? എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഇതുമില്ല ചെയ്യാൻ പറ്റും. എങ്ങനെ? 450 രൂപയ്ക്ക് 5%, 100-ന് 5 രൂപ, 100-ന് 5 രൂപ. അപ്പൊ 400-ന് 20 രൂപ, 450-ന് 22.5 രൂപ. ഈ 22.5 രൂപ എത്ര കൊല്ലം കൊണ്ട് 180 ആവും നോക്കിയാൽ മതി. 22.5-യുടെ ഇരട്ടിയാണ് 45. അപ്പൊ 2 കൊല്ലായി. സാറേ ഞാനങ്ങനെ കണ്ടുവച്ചാലേ ഈ 450-ന്റെ 10% 45. അപ്പൊ 180-ലേക്ക് 45 പറഞ്ഞാല് 4 വർഷം. അങ്ങനെ ചെയ്യാം. അപ്പൊ പിന്നെ അതിന്റെ ഡബിള് 8 വർഷം. അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ 22.5 ഒരു കൊല്ലം കൊണ്ട് കിട്ടണത്. 22-യുടെ ഇരട്ടിയാണ് 45. അപ്പൊ 2 കൊല്ലായി. 45-ന്റെ ഇരട്ടിയാണ് 90. അപ്പൊ എത്രയായി? 4 കൊല്ലായി. 90-ന്റെ ഇരട്ടിയാണ് 180. അപ്പോ 8 കൊല്ലം. അങ്ങനെ കണക്കൂട്ടാം. ഇക്വേഷൻ വെച്ചിട്ട് ആരെങ്കിലും ചെയ്തോ?
ഇക്വേഷൻ വെച്ച് ഞാൻ പിന്നെ ചെയ്ത് നോക്കി, അത് സമയം എടുക്കും. ആ സമയം എടുക്കും. അല്ല നമുക്ക് കഴിയുന്നത് ഇത് മിക്കവാറും ഒക്കെ അങ്ങനെ കിട്ടുക. വീണ അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണ് നല്ല വീണയോട് ചോദിക്കാം, ഇതിൽ ഏതാണ് എളുപ്പം? മനസ്സിലെ കണക്കൂട്ടുകയാണോ ഇതാണോ എളുപ്പം? ഏതാണ് എളുപ്പം? മനക്കണക്കാ. അതെ, കഴിയുന്നതും അങ്ങനെ കിട്ടും, കിട്ടാതിരിക്കില്ല. കിട്ടിയില്ലെങ്കിൽ മാത്രം ഇക്വേഷൻ എനിക്ക് ചാടിക്കോളും. ഇനി ഒരു രക്ഷയില്ല വിചാരിക്കുക, അങ്ങനെ പിന്നെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, നമ്മളെ ഒരു കണക്ക് കൂടി ചെയ്യാം. 12,500 രൂപ സാധാരണ പലിശ നിരക്കിൽ 4 വർഷം കൊണ്ട് 15,500 രൂപ ആകുന്നുവെങ്കിൽ 15,500. എത്ര സാറേ? 15,500 15,500 ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് എത്ര? ആറ് ശതമാനാണോ? യെസ്, 6%. ഓക്കെ, ഓക്കെ. എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്? ജിതിൻ ഓക്കെ ആണോ? അടയ്ക്കാൻ നോക്കട്ടെ. ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ജിതിന് വേണ്ടി തരികയാണ്.
ഇതിനൊക്കെ ഇല്ല. അടുത്ത ഞാൻ നോക്കട്ടെ. ഈ പറഞ്ഞ 15,500 by 12,500 into 4 വരെ എത്തി. ബാക്കി അങ്ങോട്ട് അത് അവിടെ നിൽക്കോ ഇതിനെ ഞാൻ ഇങ്ങനത്തെ ഒരു കണക്ക് വരുമ്പോ കുറച്ചൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെയാണോ ചെയ്തത് എനിക്കറിയില്ല. ഇതിലിപ്പോ എന്തേ ഉള്ളൂ, 12,500 15,500 ആയി. അപ്പൊ എത്ര രൂപ കൂടി? 3,000 കൂടി. 3,000 കൂടി. എത്ര കൊല്ലം കൊണ്ട്? 4 കൊല്ലം കൊണ്ട്. അപ്പൊ ഒരു കൊല്ലം കൊണ്ട് എത്ര കൂടി? ഒരു കൊല്ലം 750 രൂപ. 750. ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യണ്ടോ, 750 എടുക്കുക. ഒരു കൊല്ലം 250. 750 750 750 എടുത്തിട്ട് അതിനെ 12,500 കൊണ്ടാണ് ഇരിക്കുക. 12,500 മുതലേ എന്നിട്ട് 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത ശതമാനമായി. മനസ്സിലാവുണ്ടോ? ഒറ്റ കൊല്ലത്തെ കാര്യം മാത്രം എടുത്താൽ 4 കൊല്ലം അവിടെ വിട്ടേക്കും. ഇക്വേഷൻ വേണമെങ്കിൽ ഇക്വേഷൻ ചെയ്തു തരാം കേട്ടോ. ഇക്വേഷൻ ചെയ്തു തരാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. ഈ ഒരു സിമ്പിൾ, കുറച്ചുകൂടി സിമ്പിൾ മെത്തേഡ്. ഇങ്ങനത്തെ പലിശ നിരക്ക് ചോദിച്ചാൽ എപ്പോഴും നല്ലത് 1 വർഷത്തിന് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പലിശ ബൈ മുതൽ ഇൻറ്റു 100, അത്ര മതി. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ 12,500-ലെ 2 0, 100-ലെ 2 0 പോയി. അപ്പൊ സമം എന്ത് കിട്ടി? 750 ബൈ 125 എന്ന് കിട്ടും. 750 ബൈ 125 എത്രയാ? 6 ആണ്. അപ്പൊ 6%. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്തതെങ്കിൽ ഓക്കെ, അല്ല വേറെ രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. ഇത് എളുപ്പമാണോ എന്ന് പറയാം. ഓക്കെയാണ് സാർ. ബാക്കിയുള്ളവരും ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ ഇപ്പൊ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ആപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വഴി. നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ കണക്കുകൾ പലിശ നിരക്കുമായിട്ട് വരികയാണെങ്കിൽ, സാധാരണ പലിശയാണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട, 1 കൊല്ലത്തെ കണക്കിന് എടുക്കുക. എന്നിട്ട് പലിശ ബൈ മുതലേ ഇൻറ്റു 100 കഴിഞ്ഞു. അപ്പൊ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ സാധാരണ പലിശ തന്നെ 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. നമുക്ക് നാളെ പറയാം. ഇന്നിപ്പോ തൽക്കാലം നിർത്തുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് ഇത് ചെയ്യുക. ഞാൻ പറഞ്ഞ 8/2/4 ഒക്കെ ഉണ്ടല്ലോ, 8/4/2 ഒക്കെ, അതൊന്ന് ശരിക്കും തറവ് ആവണം. അല്ല എനിക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തറവ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാണ്. ഒന്ന് ചെക്ക് ചെയ്തിട്ടാൽ മതി എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു. Okay, sir. Thank you. Good night. Thank you for your cooperation. Okay.